ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നാട്ടിലെ സമയം അവിടുത്തെ സമയമായതുകൊണ്ട് ചെറിയൊരു ലാഗിൻ്റെ പ്രശ്നമുണ്ട്. സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആകുന്നില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സമയം തികയുന്നില്ല. ഓട്ടമാണ്. ഇന്നും രാവിലെ എറണാകുളത്ത് പോയി. ഞാൻ പറഞ്ഞു രാവിലെ ഒരു അത്യാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അല്ലേ, കാര്യമൊന്നും പറഞ്ഞില്ല. എൻ്റെ ആത്മാർത്ഥ 1-2 സുഹൃത്തുക്കളോട് മാത്രമേ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നുള്ളൂ. കാരണം അബദ്ധവശാൽ എന്ന് ഫെയിലായി പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പൊങ്കാലയിടുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ 2-3 പേരോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവർ തന്നെയാണ്, എനിക്ക് ആ സ്ഥലം പോലും അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് നമ്മളിങ്ങനെ വെബ്സൈറ്റിൽ കണ്ടത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ NSEയുടെ ആ ഓഫീസിൽ കൊണ്ടുപോയി. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതെൻ്റെ ഒരു മധുര പ്രതികാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ മേഖലയിലുള്ള എപ്പോഴും പറയുന്നത് വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് എന്നൊരു ചൊല്ലുണ്ട്. എല്ലാവരും അനലിസ്റ്റുകൾ എല്ലാവരും അനലൈസ് ചെയ്യുന്നു, ചാർട്ട് പറയുന്നു, അല്ലെ കോൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അപവാദ പ്രചരണങ്ങൾ നമ്മുടെ ഈ മേഖലയിൽ തന്നെ ധാരാളമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. അതിനുവേണ്ടി ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും വ്യത്യസ്തത പുലർത്തണം. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിനകത്ത് നമ്മളുടെ ഒരു ടച്ച് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ആ ഒരു ടച്ച് കൊണ്ട് അവരെന്നും നമ്മളെ ഓർത്തിരിക്കണം. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യുകയും അതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പം അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിന് വന്നവർക്ക് തന്നെ അറിയാം, ഇല്ലേ, മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ പോലും അതിശയത്തക്ക രീതിയിലാണ് നിങ്ങളെ ഓരോ കാര്യങ്ങൾക്കും ട്രീറ്റ് ചെയ്യുന്നത്, ഇല്ലേ. അത് നിങ്ങൾക്ക് കഴിഞ്ഞ എറണാകുളം ക്ലാസ്സിൽ വന്നവരെല്ലാം വണ്ടറടിച്ചു പോയി. അവർ പറഞ്ഞ സാർ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഒരു ലാഭേച്ഛയേക്കാളുപരി അങ്ങനെ ലാഭേച്ഛ മനോഭാവം നമുക്കില്ല അതിനകത്തിൽ. കാരണം മാക്സിമം നമ്മൾക്ക് എങ്ങനെ ആൾക്കാരെ ഈ മേഖലയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരിക, അല്ലെ പഠിപ്പിച്ച് അവരെ സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം. അതിന് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊരു മധുര പ്രതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഒരു ഓൺലൈനിലല്ല ഓഫ്ലൈനിൽ ഞാനൊരു ക്ലാസ് ആലപ്പുഴ വെച്ചിരുന്നു. ആദ്യമായിട്ട് ഞാൻ ക്ലാസ് നടത്തുന്നത് ആലപ്പുഴയാണ്. അവിടെ എന്നെ അത് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് നമ്മുടെ CA രജനീഷ് മൂർത്തിയാണ്. എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം അവിടെ ഇരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളെ സഹായിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ മുന്നിട്ടിറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവിടെ ആലപ്പുഴയിലൊരു സെമിനാർ നമ്മളിതുപോലെ വെച്ചപ്പം ആ സെമിനാർ കഴിഞ്ഞതിന് ശേഷം ധാരാളം അപവാദങ്ങൾ ഞാൻ കേട്ടു. ധാരാളം അപവാദങ്ങൾ. ഞാൻ പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയൊരു അനുഭവം നിങ്ങളോട് പങ്കുവച്ചതിന് ശേഷം പിന്നെ മാർക്കറ്റിലോട്ട് നമുക്ക് വരാം. ചിലപ്പോൾ അരോചകമായിട്ടുള്ളവർ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പം ആലപ്പുഴ അങ്ങനെ ഒരു മാർക്കറ്റിൽ ആലപ്പുഴ നമ്മളങ്ങനെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ധാരാളം അപവാദങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. കാരണം അത് നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പ് തല്ലിപ്പിരിഞ്ഞ് പോയതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന് ശേഷം അന്ന് നമ്മുടെ കൂടെ ട്രേഡ് ചെയ്തവരും അല്ലെങ്കിൽ അന്ന് നമ്മുടെ കൂടെ നിന്നവരും സുനിലേട്ടാന്ന് വിളിച്ചവരും ഒക്കെ അവസാനം നമുക്ക് എതിര് നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. എതിര് നിൽക്കേണ്ട വെച്ചാൽ നേർക്ക് നേരെയല്ല എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും അവിടെ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ നമ്മളെപ്പറ്റി ഇങ്ങനെ ഓരോ അപവാദം ഇങ്ങനെ പറയുമ്പം ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചു, ഓക്കെ, ഈ അപവാദത്തിന് ഒരു മറുപടി നമുക്ക് കൊടുക്കണം. നമുക്ക് പിന്നെ പ്രതികാരമൊന്നുമില്ല, ഇല്ലേ. അപ്പം നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതിന് അന്ന് മുതലേ ആഗ്രഹിക്കുന്നൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നമ്മൾ ഈ സംഭവം അന്ന് അവിടെ ആലപ്പുഴ നമ്മുടെ ഈ സെമിനാർ നടന്നത്. അപ്പോൾ അന്ന് ആ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞൊരു ഡയലോഗ്, ആ ഡയലോഗിൽ നിന്നാണ് ഞാൻ ഈ ഒരു തലത്തിലേക്ക് എത്താൻ കാരണം. അന്ന് പറഞ്ഞ ഡയലോഗ് ഗൾഫിൽ കിടന്ന് ആ ഡയലോഗ് ഇങ്ങനെ തന്നെയാണ്: ഗൾഫിൽ കിടന്ന് കാക്കവെയിൽ കൊള്ളുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ ഗൾഫിൽ എൻ്റെ ജോലി എന്താണെന്നും ഞാൻ അവിടെ എന്താണ് ചെയ്യുന്നതെന്നും എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം. അപ്പോൾ അതൊന്നും റിവീൽ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അത് എന്നെ ശരിക്കും വേദനിപ്പിച്ചു, ആ ഒരു ഡയലോഗ്. ഓക്കെ, ഗൾഫിൽ കിടന്ന് കാക്കവെയിൽ കൊള്ളുന്നതിനേക്കാൾ നല്ലതല്ലേ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു, ഓക്കെ, അപ്പോൾ ഒരു പ്രതിവിധി ചെയ്യണം എന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇതിനെപ്പറ്റി ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ്, കാരണം നമ്മുടെ സെഗ്മെൻ്റ് അതാണ്, ഇക്വിറ്റി ഡെറിവേറ്റീവിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കണമെന്ന് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്. അന്ന് മുതൽ ഞാൻ അതിനെപ്പറ്റി കുറച്ച് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും അതിനെ പ്രിപ്പയർ ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ പ്രാവശ്യം നാട്ടിൽ വന്നതിന് മുന്നേ ഞാൻ ഇതിന് രജിസ്റ്റർ ചെയ്തു. എനിക്ക് അങ്ങനെ സ്ലോട്ട് കിട്ടി. ആ സ്ലോട്ട് കിട്ടിയപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇന്ന് ഞാൻ പോയി ആ എക്സാം എഴുതി
ദൈവകൃപയാൽ ദൈവത്തിൻ്റെ സഹായം ഈശ്വര കടാക്ഷം വേണം. ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞ കാര്യമാണ്. ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ്? ഈശ്വര കടാക്ഷമാണ് അല്ലേ? ആ ഈശ്വര കടാക്ഷം താല് നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു 100 ക്വസ്റ്റ്യൻ ആയിരുന്നു. 100 ക്വസ്റ്റ്യനിൽ ഏകദേശം ആദ്യത്തെ ഒരു 40 ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിരുന്നു. കുറച്ച് ടഫ് അപ്പോഴേ ഞാൻ വിചാരിച്ചു ദൈവമേ പൊട്ടുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എങ്കിലും ഏകദേശം 72 ക്വസ്റ്റ്യൻ 75 ക്വസ്റ്റ്യനിൽ കണ്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ സത്യം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പം അതിന് നിങ്ങളുടെയൊക്കെ എന്നെ അടുത്തറിയുന്ന ഓരോരുത്തരൊക്കെ എല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായി. എല്ലാവരോടും നന്ദി പറയുന്നു. ആദ്യമേ ഈശ്വരനോട് നന്ദി പറയുന്നു, പിന്നെ നിങ്ങളോട് നന്ദി പറയുന്നു. ഓക്കെ, ഇത് ഒരു ഞാൻ പറഞ്ഞില്ലേ വാളെടുക്കുന്നതിന് വെളിച്ചപ്പാട് എന്നൊരു ആ ഒരു പേരുദോഷം മാറ്റി നമുക്കപ്പോൾ ഇനിയിപ്പോൾ നമ്മളാരും ഒന്നും അറിയാത്തതെന്ന് പറയത്തില്ലല്ലോ. അങ്ങനെയൊന്നും അറിയത്തില്ല, അല്ല ഇതിനെപ്പറ്റി അങ്ങനെയൊരു ഗ്രാഹ്യമില്ല, ചുമ്മാ അത് പറയുന്നതാണ് എന്നിനി ആരും പറയത്തില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് സംജാതമാകത്തില്ലല്ലോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരിക്കലും ഇത് കോൾ കൊടുക്കാനോ കൊടുക്കാനോ അല്ലെങ്കിൽ കോൾ ഗ്രൂപ്പ് നടത്താനോ ഉള്ള ഒരു ലൈസൻസ് ഒന്നും അല്ല ഇത്. ബട്ട് നിങ്ങൾക്ക് ഈ ഇക്വിറ്റി മാർക്കറ്റിനെ പറ്റി, ഡെറിവേറ്റീവിനെ പറ്റി നിങ്ങൾക്കൊരു അറിവുണ്ട്. ആ അറിവ് NSE അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതുകൊണ്ട് ഞാനിതുകൊണ്ട് ഇനി നാളെ മുതൽ വേറെ പരിപാടിക്കൊന്നും ഇറങ്ങിത്തിരിക്കുന്നില്ല. ജസ്റ്റ് ഇതെൻ്റെ ഒരു മധുര പ്രതികാരം എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ അന്ന് പുച്ഛിച്ച് തള്ളിയവർക്കും എന്നെ അന്ന് തിരസ്കരിച്ചവർക്കും എനിക്കെതിരെ അപവാദം പറഞ്ഞവർക്കും ഉള്ളൊരു സുന്ദരമായ ഒരു മധുര പ്രതികാരം, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്കാർക്കും പ്രതികാരമൊന്നുമില്ല. പ്രതികാരം എല്ലാം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. അപ്പോൾ ദൈവം സമയാസമയങ്ങളിൽ വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തോളൂ. നമ്മൾ നമ്മുടെ വഴിയെ നമ്മുടെ കർമ്മം ചെയ്യുക. നമ്മുടെ കർമ്മം ചെയ്യുക. ഓക്കെ, കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ ദൈവം തമ്പുരാൻ ചെയ്തോളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇനിയും അവസാനം വരെ മുന്നോട്ടുള്ള യാത്രകളും ദൈവം തമ്പുരാൻ കൂടെ കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്ന് ട്രംപ് ഇന്നും വീണ്ടും ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു നല്ല ട്രേഡിംഗ് പാർട്ട്ണർ അല്ല എന്നാണ് ഇന്നിപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് താരിഫ് വളരെ സിവിയർ ആയിരിക്കും, ഫൈൻ വളരെ സിവിയർ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നാളെ എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പൊട്ടാതെ നിൽക്കുന്നിടത്തോളം കാലം ട്രംപിന് കലിപ്പ് കൂടത്തേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ മാർക്കറ്റിനെ പൊട്ടിക്കാതെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ നിലനിർത്തും തോറും മറ്റദ്ദേഹത്തിന് കലിപ്പ് കൂടും. അതിനനുസരിച്ച് ഉള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഇനി അടുത്ത പ്രഖ്യാപനങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് വരുന്ന വഴിയെ കണ്ടറിയണം. ഒരു പക്ഷെങ്കിൽ നമ്മളെ ഇത് ബാധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും അമേരിക്കയോട് നമുക്ക് കിടപിടിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, വാചക കസർത്തൊക്കെ നടക്കാം, പക്ഷേ ഫാക്റ്റ് ഈസ് ഫാക്റ്റ്. നമുക്ക് അത് ഒരു ലോക പോലീസാണ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക അല്ലേ. ആ അമേരിക്കയുടെ ടോട്ടൽ GDP എന്ന് പറഞ്ഞത് തന്നെ നമ്മളെക്കാളൊക്കെ എത്രയോ വളരെ 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 വലുതാണ് ഇല്ലേ. അപ്പം നമുക്ക് അവരോടൊന്നും ഒരിക്കലും കിടപിടിക്കാൻ പറ്റത്തില്ല. നഷ്ടം നമുക്ക് തന്നെ ഉള്ളൂ. അപ്പം ഇതിനകത്തിൽ എന്താണ് ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് വരാൻ പോകുന്നതെന്നുള്ളത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനലിസ്റ്റുകൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ വലിയ കമ്പനികളൊക്കെ ധാരാളം ബാധിക്കും. പ്രത്യേകിച്ച് റിലയൻസിനെയൊക്കെ നന്നായി ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ട്. കാരണം ഈ ഡീസൽ എക്സ്പോർട്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓൾറെഡി അത് ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അവർ റഷ്യയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് അത് വീണ്ടും റീസെയിൽ ചെയ്യുന്നു, യൂറോപ്പിലോട്ട് ഒക്കെ റീസെയിൽ ചെയ്യുന്നു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റിലയൻസിനെ നന്നായിട്ട് ബാധിക്കും. അപ്പം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് കാണണം. അതുപോലെ തന്നെ നാളെ RBI മോണിറ്ററി പോളിസി ഉണ്ട്. അപ്പോൾ RBI മോണിറ്ററി പോളിസിയിൽ നാളെ എന്താണ് ഗവർണർ പറയാൻ പോകുന്നത്, റേറ്റ് കുറയ്ക്കുവോ കൂട്ടുവോ അതോ പോസ് ചെയ്യുവോ എന്നൊക്കെയുള്ളത് നമുക്ക് നാളെ കണ്ടറിയണം. അപ്പം നാളെ ഒരു ഇവൻറ്റ്ഫുൾ ഡേ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവൻറ്റ്ഫുൾ ഡേയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ കോഷ്യസായിട്ട് വേണം നമ്മൾ നാളെ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സൂക്ഷിക്കുക. നാളെ RBI മോണിറ്ററി പോളിസി 10 മണിക്കാണ്. അതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ അതിന് മുന്നേ ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രേഡ് റീഎൻട്രി ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചാർട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ ചാർട്ടിലോട്ടൊന്ന് വരാം. ഇന്നത്തെ ചാർട്ടിൽ അതിലെന്താ സംഭവിച്ചത്? ഇന്ന് കറക്റ്റായിട്ട് ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇല്ലേ. ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, ഞാൻ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഫ്ലാറ്റ് ഓപ്പൺ ആകുന്ന മാർക്കറ്റിന് നമ്മൾ എന്ത് ചെയ്യണം?
സൂക്ഷിക്കണം. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത മാർക്കറ്റിനെ നമ്മൾ സൂക്ഷിക്കണം. ഏതെങ്കിലും സൈഡിലോട്ട് വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് സുന്ദരമായിട്ടൊരു ഫോള് ഏകദേശം ഇവിടുന്ന് എത്ര കിട്ടി, ഏകദേശം ഒരു നമുക്ക് നാളെ നോക്കാം എത്ര ഉണ്ട്. ഇവിടുന്ന് 730 630 ഏകദേശം ഒരു 600 730 ഒരു 630 പോയിൻറ്റിൻ്റെ ഒരു ഫോള് നമുക്ക് സുന്ദരമായിട്ട് കിട്ടി. ഓക്കെ, അപ്പം രാവിലെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ബിഗിനേഴ്സിന് ട്രേഡില്ല, റിയലി ഞാൻ പറയാം, ബിഗിനേഴ്സിന് ട്രേഡില്ല. എക്സ്പീരിയൻസ് ട്രേഡേഴ്സിന് അല്ലെങ്കിൽ റിസ്കി ട്രേഡേഴ്സിന് മാത്രമേ ട്രേഡ് ഉള്ളൂ അല്ലേ. അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാണുമായിരിക്കും, നല്ല ഡീസൻറ്റ് പ്രോഫിറ്റ്, പലരും സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തു ഇല്ലേ. കൺസോളിഡേറ്റ് ചെയ്തു. പിന്നെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു ഇല്ലേ. റേഞ്ച് പോയിൻ്റ് നമ്മൾ പണ്ട് വരച്ച ആ 624 652 വര, ആ വര തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് ഇങ്ങനെ ഓടിക്കളിച്ചു. അവിടെ തന്നെ ആ പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇല്ലേ. 652 നമ്മൾ വരച്ചേക്കുന്നത്, 649 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേ ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ന് ഒരു ബോട്ടം കൂടെ നമുക്ക് കിട്ടി ഇല്ലേ. ഒരു ഇൻട്രാഡേ ബോട്ടം അല്ലെങ്കിൽ ഒരു ടെമ്പററി ബോട്ടം കൂടെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാളെ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞില്ല. ട്രേഡ് ഓപ്പർച്യൂണിറ്റി നല്ല സുന്ദരമായിട്ട് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ബിഗിനേഴ്സിന്. വളരെ ക്ലിയർ കട്ടായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഏതാണ് ഓപ്പർച്യൂണിറ്റി? ഇതായിരുന്നു ആ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇവിടെങ്ങും ബിഗിനേഴ്സിന് ട്രേഡില്ല, ഇവിടെങ്ങുമില്ല ട്രേഡ് കറക്റ്റായിട്ട് നമ്മുടെ പോയിന്റിൽ വന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് കിട്ടി ഇല്ലേ. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസാണ്. ഇവിടെ ഒന്ന് ഇതിനെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ഈ ഹൈ സ്റ്റോപ്പ് ലോസ് ഇത് ഹൈ വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു. അങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്തവർക്ക് എത്ര പോയിന്റ് കിട്ടി? 650 to 600 590 വരെ ഒരു 60 പോയിൻറ്റിൻ്റെ ഫോള് കിട്ടി. പോട്ടെ, 60 പോകണ്ട, 50 കൂട്ടിക്കോ. 50 പോയാൽ ATM ആണെങ്കിൽ 25 പോയിൻറ്റ്, 20 പോയിൻറ്റ്, 15 പോയിൻറ്റ് എങ്കിൽ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളായിരുന്നു ഇന്ന് ബിഗിനേഴ്സിന്. വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ട്രേഡ് ഇത് മാത്രമേ ഉള്ളായിരുന്നു, ഈ ഒരൊറ്റ ട്രേഡ്. ഇതാണ് പറഞ്ഞ് ഞാൻ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന എൻട്രി മാത്രം നിങ്ങൾ നോക്കി സെലക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ കാണുന്നത്. അപ്പം എത്ര പേര് ഈ ട്രേഡ് എടുത്തു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളിപ്പോൾ കമൻറ്റൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിലേ ഇനി നമ്മുടെ ചാനൽ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. നമുക്ക് നമ്മുടെ ചാനലിനെ ഉയരങ്ങളിൽ എത്തിക്കണ്ടേ. നിങ്ങളെപ്പോലെ തന്നെ ഓരോരുത്തരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പുറകെ വന്നോളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ എത്രയോ തിരക്കുകളുണ്ട്. ആ തിരക്കിനൊക്കെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതുകൊണ്ട് എന്നോടൊരു ആത്മാർത്ഥത കാണിക്കുക. അപ്പം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡ് എത്ര പേര് നിങ്ങൾ ബിഗിനേഴ്സ് എടുത്തുന്ന എനിക്കൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് കൺസോൾട്ടേഷൻ മോഡിലേക്ക്. അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ മാർക്കറ്റ് ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഈ റേഞ്ചിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നു. ഈ ബ്ലൂ ലൈൻ, അതായത് 24,593 ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫോളോ 24,500 വരും. അല്ല, ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് പോകുന്നു നോക്കിയിട്ട് വേണം നമ്മൾ പ്രൈസ് ആക്ഷൻ പ്രകാരമാണ് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേക്കാം എന്താ സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റി 24,692 ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് തോന്നുന്നില്ലേ. ആ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. മാർക്കറ്റ് ഒരു ബെയറിഷ് സെറ്റപ്പിലോട്ടാണ് മാർക്കറ്റ് പോയേക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഗ്ലോബലി എന്താ സംഭവിച്ചേക്കുന്നതെന്ന്. എത്രയാണ് ഗിഫ്റ്റ് നിഫ്റ്റി 37 പോയിൻറ്റ് നെഗറ്റീവിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ സംഭവം നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം US മാർക്കറ്റും ഡൗൺ ആണ്. അതാ നമുക്ക് ഡൗ ജോൺസ് 150 പോയിൻറ്റ് ഡൗണിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നാസ്ഡാക്ക് പിന്നെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൊത്തത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇനി രാത്രി ട്രംപ് അണ്ണൻ എന്താണ് പറയുന്നത് അറിയത്തില്ല. അപ്പോൾ അതനുസരിച്ച് ഇനി നാളെ എന്താ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നാളെ എക്സ്പയറിയുടെ തലേ ദിവസമാണ്, സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. നാളെ മോണിറ്ററി പോളിസി ഉണ്ട്, 10 മണിക്ക് അത് വരും. അതിന് എന്താ ചിലപ്പം ഇതിനെ ഈ ട്രംപിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ടെമ്പററി ആയിട്ടെങ്കിലും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യുക. ഒന്നുകിൽ മോണിറ്ററി പോളിസിക്ക് മുന്നേ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ശേഷം ട്രേഡിന് കയറുക. ഈ 2 കാര്യങ്ങളുമാണ് നിങ്ങൾ
ചെയ്യാൻ. അപ്പം നിങ്ങൾ കാര്യം പറഞ്ഞാൽ വേറെ വരയ്ക്കാനൊന്നുമില്ല, എല്ലാം വരകളെല്ലാം കൃത്യമാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കിനി ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ഇന്ന് നല്ല 250 പോയിൻറ്റ് പോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ HDFC നോക്കിക്കേ, നമ്മുടെ റേഞ്ചൊക്കെ വിട്ടുപോയി ഇല്ലേ. 1978 എൻ്റെ ബർത്ത്ഡേ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേ വന്ന് തട്ടി നിൽക്കുകയാണ് 1978. 2000 പൊട്ടി, 1993 പൊട്ടി, 1978 പൊട്ടി. ഇനി അടുത്ത 1956. ഓക്കെ, എന്താണ് HDFC സംഭവിക്കുന്നത് നിങ്ങൾ ക്ലീനായിട്ട് വാച്ച് ചെയ്യുക. ICICI അതുപോലെ തന്നെ. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്നൊന്നും ഞാൻ പറയുന്നതാണ്. നിങ്ങളിത് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ വൃത്യമായിട്ട് ഈ ഇതിനെ മാത്രം നോക്കിയാൽ മതി. സുന്ദരമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിലയൻസും ഇന്ന് ഡൗൺ ആണ്. നമ്മുടെ 1397 1390 ഇന്നലെ നമ്മൾ റിലയൻസിൻ്റെ കാര്യം നമ്മൾ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ, ഇങ്ങനെ താരിഫിൻ്റെ പ്രശ്നം കൊണ്ട് ഓയിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. പിന്നെ വേറൊരു പ്രശ്നം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വേറൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെന്ന് പറയാൻ. അദാനി പോർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു അദാനി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അതിൻ്റെ പിന്നെ മാനേജിങ് പൊസിഷനിൽ നിന്ന് അദാനി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ന്യൂസാണ്. അദാനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവ് ന്യൂസാണ്. അതെങ്ങനെ മാർക്കറ്റ് എടുക്കും? കാരണം അദാനി പോർട്ടും അദാനി എൻ്റർപ്രൈസസ് 2 നിഫ്റ്റി 50 സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മേ ബി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിവിയർ ഫോളോവിലാണെന്നുണ്ടെങ്കിൽ അത് നിഫ്റ്റിയെ നല്ലപോലെ ബാധിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക, അതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അദാനി പോർട്ടും അദാനി എൻ്റർപ്രൈസസും ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് അടുത്തത് നിഫ്റ്റി മിഡ് ക്യാപ്പാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്നലെ 200 പോയിൻറ്റ് കയറി, ഇന്ന് വീണ്ടും 100 പോയിൻറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മര്യാദയില്ലാത്ത പോക്കാണ് പോകുന്നത്. അപ്പം മര്യാദയില്ലാത്ത പോക്ക് പോകുമ്പോൾ കയ്യിൽ നിന്ന് കാശ് പോകരുത്. എനിക്കത് മാത്രം നിങ്ങളോട് പറയാനുള്ളൂ. സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. വലിയ ലോട്ടുകളാണ്, അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. വരകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല, ആ വരകളൊക്കെ തന്നെ. എന്ന് നമ്മൾ വര മാറ്റുന്നുള്ളത് ഒരു എങ്ങോട്ടെങ്കിലും നല്ലൊരു മൂവ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് വരകളൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നിഫ്റ്റി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നാളെ നിഫ്റ്റിക്ക് വളരെ ക്രൂഷ്യൽ ഡേ ആണ്. ഞാൻ പറഞ്ഞല്ലോ അദാനിയുടെ പ്രശ്നം, അദാനി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു ഒരു പ്രശ്നം. ട്രംപിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, RBI മോണിറ്ററി പോളിസി, പല കാര്യങ്ങൾ കൊണ്ട് നാളെ മാർക്കറ്റ് കുഴഞ്ഞു മറിയുന്ന ദിവസമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് വളരെ സൂക്ഷിച്ചു വേണം നാളെ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.